ഇവിടെ നാട്ടുകാർക്കും വിലയില്ല, വീട്ടുകാർക്കും വിലയില്ല. എന്റെ നല്ല പ്രായത്തില് ആ ഭാര്യ അങ്ങ് മരിച്ചു പോയതാ. ഏ എന്നിട്ട് ഇപ്പൊ ചെറുക്കന് കല്യാണപ്രായമായി. അവനിനി കെട്ടി പുല്ല് പോട്ട്. ഏ ഇനി കെട്ടിക്കഴിഞ്ഞാ ഈ വയസ്സാം കാലത്ത് അമ്മച്ചി സിബ് വയസ്സാം കാലത്ത് എന്റെ കാര്യങ്ങൾ നോക്കാൻ ആരെങ്കിലും വേണ്ടേ? ശ്ശേ, ഇവിടെ കുറെ സദാചാരക്കാരുമുണ്ട്, ബന്ധുക്കളുമുണ്ട്. പോവാ, എങ്ങോട്ടെങ്കിലും പോവാ. ഇനി ഈ കേശവൻ നായര് ഈ മണ്ണില് പുല്ല് ഒരു വഴിക്ക് പോകുമ്പോ കാലെ കൊണ്ട് കീറും. പോട്ടെ, വല്ല നാട്ടിലും പോയി വല്ല. അല്ലേ, ഇറ്റലി പോണ എനിക്കെന്തിനാ ഈ കോപ്പൊക്കെ? കേടക്കവിടെ ഒന്നും വേണ്ട. ആകെപ്പാടെ 2 ഷഡ്ഡിയുടെ ആവശ്യമല്ലേ ഉള്ളൂ. അതും കയറണില്ല. ആ ഇത് മതി. ആ പോവാം. അയ്യോ, ഷർട്ട് ഇട്ടില്ല. എങ്ങനെയെങ്കിലും എനിക്ക് അവിടെ ഒന്ന് എത്തി പറ്റിയാൽ മതിയായിരുന്നു. അതോടെ എല്ലാം തീരുമല്ലോ, നാട് എല്ലാവർക്കും വിട്ടു സമാധാനാവുമല്ലോ. പോണതാണോ? ആ ഏയ്, കാണിച്ചു തരാം. അയ്യോ, എന്തൊരു നാറ്റം. അവിടെ പോയാൽ പിന്നെ കുളിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പുല്ല് സമ്മതിക്കത്തില്ല വഴിക്കിറങ്ങാനായിട്ട്. കാണിച്ചു തരാടാ എല്ലാവർക്കും. വേഗം പോട്ടെ. ഡോ, എന്താ താനിതെങ്ങോട്ടാ? എടാ, നിന്റെയൊക്കെ മുമ്പിലല്ലേടാ എനിക്ക് വിലയില്ലാത്തത്. ആ, ഞാനങ്ങ് ഇറ്റലിക്ക് പോടാ, ഇറ്റലിക്ക്. ആ ഇറ്റലിക്കാ? അവിടെ അതെന്താ? ചെന്നിട്ട് വല്ല ജയിലിലും കിടന്നാ മതിയടാ. 4 നേരം ആഹാരവും കിട്ടും, ജീവിക്കാനും പറ്റും, സുഖിക്കാനും പറ്റും. ജയ്- ഏയ്, പോട്ടെ പണ്ടാരം. 9:30ക്കുള്ള ആന്റണി ബസ് പോണേന് മുമ്പ് ചെന്നാ പോവാന്നാണ് അവൻ പറഞ്ഞത്. ഡോ 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 ഡോ, അതിന് പാസ്പോർട്ട് വേണ്ടോ? ആ റേഷൻ കാർഡ് മതിയെന്ന് ശങ്കരൻ പറഞ്ഞായിരുന്നു. റേഷൻ കാർഡ് മതിയെന്നു? എടോ, അതാ വാഴവള്ളി വെച്ചെങ്കിലും ഒന്ന് കെട്ടടോ. ഞാൻ ശാന്തരെ വീട്ടിൽ നിന്ന് ഒരു കയറ് വാങ്ങിച്ച് കെട്ടിക്കോളാം. നാട്ടുകാരെ കൊണ്ട് ഇനി ഇതും കൂടിയേ പറയിപ്പിക്കണ്ടോ. ഹ, രാത്രി കിടക്കുമ്പോ മുള്ളാതിരിക്കാൻ വേണ്ടി സ്നഗ് ഇട്ട് കിടക്കുന്ന ആളാ. ഇഡ്ഡലി പോണ്, എന്തേലും ചെയ്.